ജനങ്ങൾ അണിനിരക്കുമ്പോൾ മാത്രമേ ഏത് വികസനവും വൻ വിജയമാവുകയെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ചാലിശ്ശേരിയിൽ ക്ഷീരകർഷക കുടുംബ സംഗമവും യാത്രയയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക മേഖലയിൽ സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികൾ പലതും ജനപങ്കാളിത്തത്തിന്റെ അപര്യാപ്തത മൂലമാണ് പൂർണ്ണമായി പ്രാവർത്തികമാകാത്തതെന്നും തൃത്താല മണ്ഡലത്തിൽ നെൽകർഷകർക്കും കേരകർഷകർക്കും ക്ഷീരകർഷകർക്കുമായി ഈ വർഷം പല പദ്ധതികളും സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും ഇതെല്ലാം ഔദ്യോഗിക പദ്ധതികൾ മാത്രമായി ഒതുക്കാതെ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ കർഷകരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുന്നോട്ട് വരണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കാർഷിക വിപണന മേള സംഘടിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണന മേള, അതിൽ പച്ചക്കറി ഉണ്ടാവും, വാഴ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നിന്നാൽ പോലെ ജനങ്ങൾ അണിനിരക്കുമ്പോൾ മാത്രമേ ഏത് വികസന പരിപാടിയും വൻ വിജയമായി മാറുകയും അപ്പോഴതിന്റെ ഗുണം ജനത്തിന് കിട്ടുകയും. എന്തായാലും നിങ്ങളെല്ലാവരുടെയും ചാലിശ്ശേരി ക്ഷീരസഹകരണ സംഘത്തിന്റെ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പാല് കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെ നിന്നാലും എന്നാൽ വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികളോടൊക്കെ പലതവണ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. അവരുടെ എല്ലാം യോഗങ്ങളൊക്കെ വിളിച്ചു ചേർത്തതാണ്. എന്തുകൊണ്ടോ നമുക്കത് വേണ്ടത്ര ജനകീയമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇനി മുതൽ അത് ജനകീയമായ പരിപാടിയാക്കണം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അതിനുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാനാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 180 ഹെക്ടറിൽ അധികമായി നെൽകൃഷി ചെയ്യാൻ കഴിയും, നെല്ലുൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും, പച്ചക്കറി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയും. ഇനി ക്ഷീരകൃഷി. ചാലിശ്ശേരി ക്ഷീരസഹകരണ സംഘത്തിൽ മിൽക്ക് ടെസ്റ്ററായി ദീർഘകാലം ജോലി ചെയ്തു വിരമിക്കുന്ന വനജയെ മന്ത്രി പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. TP കുഞ്ഞുണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ധന്യ സുരേന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ VS ശിവാസ്, ഹുസൈൻ പുളിഞ്ഞാലിൽ, PV രജീഷ്, മലബാർ മേഖല ക്ഷീരോത്പാദക യൂണിയൻ ഡയറക്ടർ VV ബാലചന്ദ്രൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിരമിക്കുന്ന വനജയ്ക്ക് സഹപ്രവർത്തകരും വിവിധ ക്ഷീര കർഷകരും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു.